ആലുവ മുപ്പത്തടം സ്വദേശികളായ സിംസൺ ഹണി ദമ്പതികളുടെ മകനായ 9 വയസ്സുകാരൻ എൽവിന് 5 മാസം മുമ്പാണ് അർബുദം സ്ഥിരീകരിക്കുന്നത്. മജ്ജയെ ബാധിക്കുന്ന മീറ്റസ്റ്റിക് ന്യൂറോബ്ലാസ്മ എന്ന ഗുരുതര രോഗമാണ് എൽവിന്. ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉണ്ടെങ്കിലേ എൽവിന്റെ ജീവൻ നിലനിർത്താനാകൂ. ചികിത്സയ്ക്കായി 1.5 കോടിയിലധികം രൂപ ആവശ്യമാണ്. എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത അവസ്ഥയിലാണ് എൽവിന്റെ കുടുംബം. റിലാപ്സ് ഇല്ലാതിരിക്കാൻ, തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു കീമോ പോലത്തെ ഒരു മെഡിസിനും കൂടി ഉണ്ട്. അത് ഇമ്മ്യൂണൽ തെറാപ്പി എന്നാണ് അതിനെ പറയുന്നത്. ആ മെഡിസിൻ നമുക്കിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് നമ്മൾ യൂറോപ്പിൽ നിന്നാണ് അത് മേടിക്കണം എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ അത് മേടിക്കാനായിട്ടുള്ളൊരു കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 1.5 കോടിയിൽ മേളിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊരു ഭീമമായ തുക ഉണ്ടാക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു ആയുസ് മുഴുവൻ ജോലി എടുത്താലും എനിക്ക് കിട്ടില്ല. അപ്പോൾ എന്നെ 9 വയസ്സുള്ളൂ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ട് ഏകദേശം 5 മാസം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോനെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എത്ര നാളോ അതെനിക്കറിയില്ല, പക്ഷെ എത്രയും നാൾ എൻ്റെ കൂടെ എൻ്റെ മോൻ വേണമെന്നുള്ളതാണ് എൻ്റെ വെച്ചാൽ എന്നെ പോലെ ഏത് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അതാണ്. എൽവിന്റെ ജീവൻ നിലനിർത്താൻ മന്ത്രി പി രാജീവ്, ഹൈബീഡൻ MP എന്നിവരെ രക്ഷാധികാരികളാക്കി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ എൽവിന് സുമനസുകളുടെ സഹായം ആവശ്യമാണ്. ന്യൂസ് മലയാളം, കൊച്ചി.